സ്വാഗതം. 27 നക്ഷത്രങ്ങളിലെയും ദിവസഫലമാണ്. അതിൽ തന്നെ ആദ്യമായി അശ്വതി നക്ഷത്രത്തിനെ പറ്റി പരിശോധിക്കാം. ചെലവ് വിചാരിച്ചതിലധികം ഉയരുവാൻ ഇടയുണ്ട്. തൊഴിൽ സംബന്ധമായി ശത്രുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാത്തതിനാൽ മാനസികമായ പ്രയാസങ്ങൾ അനുഭവത്തിൽ വന്നേക്കാം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ധനനഷ്ടം, മാനഹാനി ഇവ പറയാമെങ്കിലും ഈശ്വരാധീനം ഉള്ളതിനാൽ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. ബന്ധുക്കളുടെ അനാവശ്യമായ ഇടപെടലുകൾ കുടുംബത്തിൽ അലോസരങ്ങൾ സൃഷ്ടിച്ചേക്കാം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. വ്യാപാരത്തിലൂടെ ലാഭം ഉണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിയുടെ സഹകരണത്തോടെ കുടുംബത്തിൽ പല കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. വിവാഹ ആലോചനകൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടായേക്കാം. മുൻകാല സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധപ്പെടുവാൻ അവസരം ലഭിക്കും. ഭക്ഷണക്രമവും ദിനചര്യയും മെച്ചപ്പെടുത്തുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ബന്ധുജനങ്ങളുമായി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. അവിചാരിതമായി ധനം വന്നു ചേരുമെങ്കിലും അധിക ചെലവ് ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. രോഗങ്ങളിൽ നിന്നും ശാന്തി ലഭിക്കും. കർമ്മരംഗത്ത് പ്രമോഷൻ കിട്ടുവാൻ സാധ്യത കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾക്കും വിവാഹം ഉറപ്പിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. വിവാഹിതർക്ക് പങ്കാളിയുമായി വിനോദയാത്രയ്ക്ക് യോഗം കാണുന്നു. അടുത്തത് പുണർദം നക്ഷത്രമാണ്. തൊഴിൽ രംഗത്ത് ഉന്നതരുടെ പ്രശംസയ്ക്ക് പാത്രമാവും. ധനലാഭം ഉണ്ടാകും. ദൈവാധീനം ഉള്ള സമയമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും അനുകൂലത വന്നു ചേരുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രമാണ്. വാഹനങ്ങളിൽ നിന്നും ലാഭമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നും വളരെ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് മനചാഞ്ചല്യം മാറി പുതിയ പാതയിലൂടെ സഞ്ചാരം ആരംഭിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. തൊഴിൽ സംബന്ധമായി കുറച്ച് അനുകൂലമാണെങ്കിലും ധനനഷ്ടം ഉണ്ടാകാതെയും അമിത ചിലവ് ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസാരത്തിൽ മിതത്വം പ്രകടിപ്പിക്കണം. കുടുംബാന്തരീക്ഷം അനുകൂലമാകും. എല്ലാ കാര്യത്തിലും ഇണയുടെ പിന്തുണ ലഭിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള കഴിവ് ഉള്ളതിനാൽ ജോലിസ്ഥലത്തും വീട്ടിലും സങ്കീർണമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കുടുംബ ബിസിനസ്സുമായി ബന്ധമുള്ളവർക്ക് മുതിർന്നവരുടെ പിന്തുണ ലഭിക്കുന്നതായിരിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ അനുകൂലമായി മാറുന്നതായിരിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. മിക്ക ജോലികളും ഉത്സാഹത്തോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആയതിനാൽ മേലുദ്യോഗസ്ഥർ അഭിനന്ദിക്കും. വീട്ടിൽ അതിഥികളുടെ പെട്ടെന്നുള്ള സന്ദർശനം ഉണ്ടാകും. പുതിയ ബിസിനസ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുക. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളിയിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വരും. നിരന്തരമായ കുടുംബതർക്കം കാരണം ഇണയുമായുള്ള ബന്ധം തകരാറിലാകാം. വിദ്യാർത്ഥികൾക്ക് അധിക സമ്മർദ്ദം ഏറും. വിദ്യാപരമായ പ്രകടനങ്ങളെ ഇത് തടസ്സപ്പെടുത്തുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. കരിയറിൽ അമിതമായി മത്സരിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ചടി ആയേക്കാം. അനിഷ്ട സംഭവങ്ങൾ കാരണം കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടും. ജോലിസ്ഥലത്ത് ആരെയും അന്ധമായി വിശ്വസിക്കരുത്. അടുത്തത് ചിത്ര നക്ഷത്രമാണ്. പ്രിയപ്പെട്ടവരുടെ അനിശ്ചിത സ്വഭാവം കാരണം നിരാശ തോന്നിയേക്കാം. പലതരത്തിലുള്ള അശ്രദ്ധ കൊണ്ട് സാമ്പത്തിക നഷ്ടത്തിനും ഇടയുണ്ട്. അപ്രതീക്ഷിതമായ ചിലവുകൾ നേരിടേണ്ടി വന്നേക്കാം. ജോലിയിൽ ഒരു മാറ്റം ഉണ്ടായേക്കാം. ജോലിസ്ഥലത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടി വരും. അടുത്തത് ചോതി നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾക്ക് എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും. അടുത്ത ബന്ധുവിന് വ്യക്തിപരമായ കാര്യങ്ങളിൽ സാമ്പത്തിക സഹായം നൽകേണ്ടി വരും. തീരുമാനങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കരുത്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കിംവദന്തികളിൽ അകപ്പെടരുത്. ജോലി സംബന്ധമായി നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടയുണ്ട്. പ്രൊഫഷണലുകൾക്ക് ഹ്രസ്വദൂര യാത്രകൾ വേണ്ടിവരും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും അധിക പണത്തിൻ്റെ വരവോടുകൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സഹകരണ മനോഭാവത്തോടുകൂടി പെരുമാറുന്നതിനാൽ കുടുംബത്തിൽ സന്തുലിതാവസ്ഥ സ്ഥാപിക്കുവാൻ കഴിയും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കുഴപ്പങ്ങളിൽ നിന്നും കരകയറുവാൻ സഹായിക്കും. ഏജൻസി പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളെ നേടുവാൻ ആകും.
അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. നിലവിലുള്ള ജോലി മാറ്റം വരാനും പുതിയ അനുയോജ്യമായ അവസരങ്ങൾ തേടാനുമുള്ള സമയമാണ്. കുടുംബാംഗങ്ങൾ സാമ്പത്തികമായി സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടുവാനാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രമാണ്. കുടുംബജീവിതത്തിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കുവാൻ കരുതൽ വേണം. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അനുയോജ്യമായ ആലോചനകൾ വരികയും വിവാഹിതർക്ക് ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ജോലിയിൽ പുരോഗതി കൈവരിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. അധിക ജോലിയാൽ ജീവിതത്തിലെ സമാധാനത്തെ ബാധിച്ചേക്കാം. ജോലിഭാരത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നു ഭവിക്കാം. ക്ഷമയോടെ സമീപിച്ചാൽ ഏതു പ്രശ്നവും പരിഹരിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ നടത്തും. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ബിസിനസ് പങ്കാളിയുമായി വളരെ നല്ല ബന്ധം തുടരുവാൻ സാധിക്കും. കാര്യങ്ങളിൽ തീരുമാനങ്ങൾ അനുകൂലമാകും. വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും. അവസരോചിതവും ബുദ്ധിപരവുമായ സംസാരം ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ എല്ലാ രംഗത്തും കുറച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങളിൽ എടുത്തു ചാടുന്നത് അബദ്ധത്തിന് വഴിതെളിക്കും. ഈശ്വരാധീനം ഉള്ളതിനാൽ കാര്യമായ അരിഷ്ടതകൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. ധനം ചിലവഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചിലവഴിക്കണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. വരവറിയാതെ ചിലവ് ചെയ്യുന്നത് ഭാവിയിൽ കുഴപ്പങ്ങളിലേക്ക് നയിക്കും. ക്ഷിപ്രകോപം നിയന്ത്രിക്കണം. വിവാഹ ആലോചനകൾ വരുമെങ്കിലും കാര്യവിഘ്നം അനുഭവപ്പെടും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ശത്രുക്കൾ കൂടുവാനുള്ള സാധ്യതയുണ്ട്. കൂട്ടത്തിൽ മറ്റുള്ളവർ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ തെറ്റിദ്ധരിക്കുവാനും ഇടയുള്ളതിനാൽ സൂക്ഷിക്കണം. സുഹൃത്തുക്കൾ ചിലർ വിരോധികൾ ആകുവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശരിയായ അവസരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. അടുത്തത് പുരുരുട്ട നക്ഷത്രമാണ്. സ്ത്രീകൾ മുഖേന മനക്ലേശത്തിന് സാധ്യത കാണുന്നുണ്ട്. ദാർഷ്ട്യ സ്വഭാവം ബന്ധങ്ങളെ നശിപ്പിക്കുകയും കൂടാതെ ജോലിസ്ഥലത്തെ പ്രകടനത്തെ തടസ്സപ്പെടുത്തുകയും വീട്ടിലെ അന്തരീക്ഷം മോശമാക്കുകയും ചെയ്യും. പ്രണയിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലം അല്ല. അടുത്ത ഉത്രട്ട നക്ഷത്രമാണ്. ജീവിത പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരം വളരെയധികം നിയന്ത്രിക്കണം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അസമയത്തുള്ള സഞ്ചാരം ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. ധനമോ ദ്രവ്യങ്ങളോ കളവു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മരംഗത്ത് സൂക്ഷ്മത പ്രകടിപ്പിക്കണം. അവസാനമായി രേവതി നക്ഷത്രമാണ്. എല്ലാ രംഗത്തും കാര്യവിഘ്നം അനുഭവപ്പെടും. ധനപരമായും ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ട സമയമാണ്. കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും പിന്മാറുക. ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കുവാൻ സാധിക്കുകയില്ല. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. നമസ്കാരം.